ഹലോ എവരി വൺ. സോ ഇന്നത്തെ നമ്മുടെ ഫൺ ഫേക്ക് മാത്തിന്റെ എപ്പിസോഡിൽ നമ്മൾ ബാസിൽ സാറിനെയും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ബാസിൽ സാറിനെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അപ്പം ബയോളജിക്കാരെയും കൂടി കൊണ്ടുവന്നിട്ട് ഇന്ന് ബയോളജിക്കാരായിട്ടുള്ള ഒരു യുദ്ധമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫൺ ഫേക്ക് മാൻ. യെസ്, അപ്പൊ നമ്മുടെ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ബാസിൽ സാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാസിൽ സാർ ഫുൾ ബിസി ആയുള്ള സമയത്ത് പിടിച്ചു കൊടുത്തതാണ്. അപ്പൊ ബാസിൽ സാറിനോട് നമുക്ക് ചോദിക്കാം, നമ്മുടെ ഫൺ ഫേക്ക് മാത്തിന്റെ എപ്പിസോഡ്സ് കാണാറുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ ബാസിൽ സാർ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, മാത്സ് എന്ന് പറയുന്നത് പലപ്പോഴും പിന്നെ ഒരു ഭയങ്കര ബോറിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര പ്രയാസമായിട്ടും തോന്നുന്ന ഒരു, എനിക്കും മാത്സ് കുറച്ച് ഭയങ്കര ടഫ് തന്നെയാണ്. പക്ഷെ ഈ ഫൺ ഫേക്കിന്റെ എപ്പിസോഡ്സ് കാണുമ്പോൾ മാത്സ് വളരെ അതിൽ വേറൊരു പിന്നെ ഒരു ഫൺ എലമെന്റ്സ് കൂടിയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും പലപ്പോഴും സ്കൂളിൽ പഠിപ്പിക്കാത്ത കുറെ കാര്യങ്ങൾ, അതെ അതെ, ഒരു ഇൻട്രസ്റ്റോട് കൂടി മാത്സിനോട് ഇഷ്ടം തോന്നുന്ന രൂപത്തിലേക്ക് പലപ്പോഴും അത് കണ്ടുവരുമ്പോൾ നല്ല രസകരമായി തോന്നാറുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് കുറെ ആൾക്കാർ കമന്റ് ചെയ്യുമ്പോഴൊക്കെ കുറെ കമന്റ്സ് നമ്മൾ കാണാറുണ്ട്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ നമ്മളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് റെഫർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വന്ന് പറയാറുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് തന്നെയാണ്, ഇവരുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കാണാതെ പഠിച്ച് പോകുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എന്താണ് കുറച്ചും കൂടെ അതിന്റെ ഒരു റിയൽ ലൈഫിൽ എങ്ങനെയാണെന്നുള്ളതും കൂടെ കുറച്ചും കൂടെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാസിൽ സാറിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് വെറുതെ അല്ല, ബയോളജിക്കാരെയും കൂടി നമ്മൾ ഈ പരിപാടിയിലോട്ട് എൻ്റർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ചെറിയൊരു ഗെയിം പരിപാടികളൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. സോ ബാസിൽ സാർ ബയോളജിയുടെ ഭാഗത്തുനിന്നും ഞാൻ മാത്സിന്റെ ഭാഗത്തുനിന്നും എന്ത് ചെയ്യും, ഇന്നിവിടെ കളിക്കും. മാത്രമല്ല സാറ് ബൈ പ്രൊഫഷണൽ ഒരു ഡോക്ടറാണ്, ഞാൻ ബൈ പ്രൊഫഷണൽ ഒരു എഞ്ചിനീയർ ആണ്. സോ ഒരു ഡോക്ടർ വേഴ്സസ് എഞ്ചിനീയർ ഒരു അംഗം കൂടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ഗെയിം ഇത്രയേ ഉള്ളൂ. ഇവിടെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, കുറച്ച് ലോട്ടുകൾ ഉണ്ട്. ഇതിൽ നിന്ന് ഞാനൊരു ലോട്ട് സാറിന് ആദ്യം കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ കാര്യം പറയാം. ഓക്കെ, സാർ ഒരു ലോട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, യെസ്, എന്താണ് പേര് എഴുതിയിട്ടുള്ളത്? ലാപ്ടോപ്പ്. ഓക്കെ, ഇതിലുള്ള എല്ലാ പേപ്പറിലും ഓരോരോ വെവ്വേറെ ഒബ്ജക്ട്സിന്റെ പേരുകളാണുള്ളത്. ഓക്കെ, ലാപ്ടോപ്പ് എന്നുള്ള പേര് എടുത്തിട്ടുണ്ട്. സോ ഇനി സാർ ചെയ്യേണ്ട ഇത്ര മാത്രം. സാർ ഇപ്പൊ ലാപ്ടോപ്പ് എന്നാണ് കിട്ടിയത് അല്ലെ, ലാപ്ടോപ്പിന്റെ ലാസ്റ്റ് ലെറ്റർ എന്താണ്? പി. ആ പി വെച്ചിട്ട് ഞാനൊരു വേർഡ് പറയും. പക്ഷെ ആ വേർഡ് മാത്തമാറ്റിക്സിൽ ഒരു ടേം ആയിരിക്കും. ഓക്കെ, വെറുതെ റാൻഡം വേർഡ് അല്ല, മാത്തമാറ്റിക്സിൽ ഒരു ടേം. അപ്പൊ ഞാൻ ആ പേര് പറയുമ്പോൾ ആ പേരിന്റെ അവസാന ഒരു അക്ഷരം ഉണ്ടായിരിക്കുമല്ലോ, അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ബാസിൽ സാർ ബയോളജിയുടെ ടേം പറയാം. സിമ്പിൾ പരിപാടി. ഓക്കെ, പിന്നെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂ ചെയ്യാം. ചിലപ്പോൾ പലപ്പോഴും പാട്ടിലൊക്കെ നമ്മൾ ഇതുപോലെ പാട്ടുകൾ അന്താക്ഷരി പറഞ്ഞിട്ട് കളിക്കാറുണ്ട്. ഇവിടെ നമ്മൾ വേർഡ്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ടൈം ഉണ്ടാവും. ഓക്കെ, ഒരു 10 സെക്കൻഡ് ആ ഒരു ടൈം കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു 5 to 10 seconds ആ ടൈം കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട് ആവും. കാരണം പെട്ടെന്ന് ക്യാച്ച് ചെയ്ത വേർഡ് പറയാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. പെട്ടെന്ന് പറയണം. ഓക്കെ, നമുക്ക് നോക്കാം ഏതാണ് പെട്ടെന്ന് ക്യാച്ച്, കാരണം നമുക്ക് പെട്ടെന്ന് മെമ്മറിയിൽ ഇപ്പം വന്നില്ല എന്നൊക്കെ വരും. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. ലാപ്ടോപ്പിന്റെ അവസാനം പി ആണ്. സോ ഞാൻ പി വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. പെന്റഗൺ. ന്യൂക്ലിയസ് ബയോളജിക്കാരുടെ ആജീവന പ്രധാന സാധനം ന്യൂക്ലിയസ്. അപ്പോ എസ് ആണ് അവസാനം അല്ലെ. എസ് ആണെങ്കിൽ സിമിലാരിറ്റി ട്രയാങ്കിളിന്റെ ഒക്കെ സിമിലാരിറ്റി നമ്മൾ പറയാറുണ്ട്. വൈ അവസാനം. യെസ്, വൈ. നമ്മളെ ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് നമുക്ക് എല്ലാവർക്കും ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ വീണ്ടും ടി ആണ് ട്രയാങ്കിൾ അവസാനം ഇ. എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഒക്കെ. അപ്പൊ അവസാനം ഡി അല്ലേ. ഡി ആണെങ്കിൽ ഞാൻ ഡയഗണൽ. ലിപ്പിഡ് ബൈലെയർ. വീണ്ടും ഡി വന്നല്ലോ, ലിപ്പിഡ്. അപ്പൊ ലിപ്പിഡിന്റെ ഡി ആണെങ്കിൽ ഡയമീറ്റർ. അപ്പൊ അവസാനം ആറ്. വീണ്ടും സെല്ലിലൊക്കെ റൈബോസോം. ഓക്കെ, റൈബോസോം പണ്ട് എവിടെ പഠിച്ച ഓർമ്മയുണ്ട്. വീണ്ടും ഇ വന്നു അല്ലേ. ഇ ആണെങ്കിൽ എലിപ്സ്. എലിപ്റ്റിക്കൽ ഷേപ്പ്. ബയോളജിക്കാർക്ക് ഇ വന്നു. വീണ്ടും ഇപ്പോ ഒരു എപ്പിഡമിക്കിന്റെ ഒക്കെ കാലമാണ്. കൊറോണ അല്ലെ, പ്രശ്നങ്ങൾ, എപ്പിഡമിക്. അപ്പൊ സി എത്തി. സി ആണെങ്കിൽ സർക്കിൾ. സിമ്പിൾ ആയ കാര്യം, വട്ടപൂജയുള്ള സർക്കിൾ. വീണ്ടും ഈ വന്നു. ഈ കൊണ്ടൊരു പരിപാടി. എപ്പിഡമിക് പിന്നെ എൻഡമിക് ആയിക്കോട്ടെ. ഓക്കെ, ഒക്കെ ഒരേപോലത്തെ വേർഡുകളാണല്ലോ. എൻഡമിക്. അപ്പൊ സി എത്തി അല്ലെ. സി ആണെങ്കിൽ കാൽക്കുലേഷൻ. മാത്സിൽ കാൽക്കുലേഷൻ അത് പരിപാടി ചെയ്യല്ലോ, കാൽക്കുലേഷൻ. അപ്പൊ അവസാനം എന്തായി? ന്യൂക്ലിയസ് പറഞ്ഞല്ലേ. ന്യൂക്ലിയസ് ഇവർക്ക് ഉള്ളു, വേറെ ഞാൻ പറയാം. വരട്ടെ, ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. സാറ് കൊടുക്കി. എന്നോട് പോലില്ല, ഒരു രക്ഷയില്ല. പ്രഷറാണ് ഈ സമയത്തുള്ള പ്രഷർ കാരണം നമ്മുടെ ഓർമ്മയിൽ കിട്ടില്ല. ഏകദേശം ടൈം ആയിട്ടുണ്ട്. സോ അവസാനം സാറ് എന്നിന്റെ അടിയറവ് വെച്ചു. ഓക്കെ, അപ്പൊ പരിപാടിയിൽ വന്നിട്ട് ബയോളജിക്കാർ തോറ്റു. പക്ഷെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയാഞ്ഞിട്ടല്ല, ആ ഒരു ടൈമിൽ ആ ഒരു പ്രഷറിൽ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്.
അപ്പൊ ഇങ്ങനെയുള്ള ഗെയിമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൊക്കാബുലറി നന്നായിട്ട് ഇൻക്രീസ് ആവും. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെ, നമ്മൾ എവിടേക്കോ പഠിച്ച ടേംസ് ഇങ്ങനെ റീകാർട്ട് ചെയ്ത് നല്ലൊരു എക്സസൈസ് ആണ്. അപ്പൊ പാട്ടിനേക്കാളും ഉപരി ചിലപ്പോൾ നമ്മുടെ ഒരു കൂടുതൽ വൊക്കാബുലറി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ യൂസ്ഫുൾ ആവും. സോ ഒന്നുകൂടെ പോയി നോക്കണോ? ബാസിൽ സർ ഒരു അവസരം കൂടി പ്രതികാരം ചെയ്യണം. ഓക്കെ, ബാസിൽ സർ പ്രതികാരം താങ്ങിയാണ് നിൽക്കുകയാണ്. സോ നമുക്ക് ഒന്നും കൂടെ പോയി നോക്കാം അല്ലെ, ഒന്നുകൂടെ ലോട്ട് എടുത്ത് നോക്കാം. ഇനി ഞാൻ എടുക്കാം. ഇപ്പൊ ബാസിൽ സാറിന്റെ അടുത്ത് അടുത്തത് ഞാൻ എടുക്കാം. ഓക്കെ, സോ ബാസിൽ സാറിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എടുക്കാം അല്ലെ, ഞാനൊന്ന് എടുക്കാം. സോ എന്താണ് ഇതിലുള്ളത് നോക്കാം നമുക്ക്. ബാസിൽ സാർ എന്തായാലും പ്രതികാരമാണ്. ഓക്കെ, വാട്ടർ. ഓക്കെ, വെള്ളം, വാട്ടർ ആണ് ഇതിലുള്ളത്. അപ്പൊ നേരത്തെ പോലെ തന്നെ അല്ലെ, ഇപ്പൊ ഞാൻ എടുത്തത്. അപ്പൊ എന്ത് ചെയ്യാം, ബാസിൽ സാർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. വാട്ടർ ആണ്, അപ്പൊ 6 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 6 ബയോളജിയിൽ റേഡിയസ് മാത്സ് അല്ലേ? അതാണ് ബയോളജിയിലും പിന്നെ മാത്സിലൊക്കെ ചിലത് കോമൺ ആയിട്ടുണ്ടാവും. ഓക്കെ, റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോണാണ്, കയ്യിലുള്ള ബോണാണ് റേഡിയസ്. കേട്ടിട്ടില്ലേ? സാറ് നമ്മുടെ അടുത്ത് കടം വാങ്ങിയിട്ട് മറന്നിട്ട് മാത്സ് ആക്കി. ഞങ്ങൾക്കുണ്ട് റേഡിയസ്. ഓക്കെ, അപ്പോ റേഡിയസ് അപ്പൊ എസ് ആണ് അല്ലേ? എസ് ആണെങ്കിൽ സെറ്റ് തിയറി, സെറ്റ് മാത്സ് എന്താണ് സെറ്റ്? നാവ്, ടെങ്. സാറ് മലയാളം പറയണത് നാവ്. ടെങ്ങിന് അവസാനം ഇ അല്ലേ? ഇ ആണെങ്കിൽ യൂക്ലിഡ് ജിയോമെട്രി, യൂക്ലിഡ്. ഡി എൻ എ ബേസിക് ആണല്ലേ, ബയോളജിയുടെ ബേസിക്. ഡി എൻ എ ആണെങ്കിൽ ആംഗിൾ, സിമ്പിൾ ആംഗിൾ. വീണ്ടും നമ്മൾ ഏറ്റവും ചെറുതിലേക്ക് പോവാം. ആംഗിൾ, എംബ്രിയോ ആണെങ്കിൽ ഓ ആണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഓ വെച്ചിട്ട് ഒക്ടഗൺ. നേരത്തെ കുടുങ്ങിയ കമോൺ എൻ വെച്ചിട്ട് പറയൂ. നേസൽ ക്യാവിറ്റി. ഓ, നേരത്തെ കിട്ടിയിരുന്ന് രക്ഷപ്പെട്ടിരുന്നു. നേസൽ ക്യാവിറ്റി. ഓക്കെ, വൈ വെച്ചിട്ടുള്ള വേർഡ്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണല്ലോ. വൈ വെച്ചിട്ട് മാത്സ് വേർഡ് അയ്യോ പാടോ. വൈ ആക്സിസ് സെറോട്ടോണിൻ. വീണ്ടും എന്നെ വന്നിരിക്കുന്നു. അയ്യോ, ഇനി എന്നെ വെച്ചിട്ട് എന്ത് ചെയ്യും? നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ്. സെബം ആണെങ്കിൽ മെൻസുറേഷൻ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററും കൂടിയാണ്. മെൻസുറേഷൻ എന്നോണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു. നോസ്. ഓക്കെ, മൂക്ക്. അപ്പൊ ഈ എത്ര പ്രാവശ്യമാണ് വരുന്നത്? ഇനിയിപ്പോ ഈ എന്താ പറയാ, യൂക്ലിഡ് ഞാൻ പറഞ്ഞു അല്ലെ, യൂക്ലിഡ് പറഞ്ഞു. ഈ വെച്ചിട്ട് പിന്നെ ഏതാ വീടുള്ളത്? ബാധിച്ചൊരു പ്രഷർ കയറ്റുന്നോണ്ടാണ് പ്രശ്നം. ഈ വെച്ചിട്ട് ഈ വെച്ചിട്ടോ. അപ്പൊ ബാസിൽ സാർ രണ്ടാമത്തേന് മലർത്തി അടിച്ചു. ഇത് ഈ ടൈമിനുള്ള അതിനുള്ള പ്രഷറാണ് പ്രശ്നം. നമ്മൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ ആ ടൈമിൽ കിട്ടണമല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം. കിട്ടുന്നത് ഒരു ഓക്കെ. അപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ അന്താക്ഷരി പോലെയുള്ള ഒരു രസകരമായിട്ട് കളിക്കാല്ലേ, വേണമെങ്കിൽ നമുക്കൊരു നോട്ട് എടുത്തിട്ടേ അവർക്ക് കൊടുക്കാം. ഒരു കമന്റിൽ അവർ എന്ത് ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, മാത്സ് ബയോളജി എത്ര വരെ പോകും നമുക്ക് റിപ്ലൈ കമന്റ്. ചിലപ്പോൾ 100 കമന്റ് ഒക്കെ പോകുന്ന ആൾക്കാരുടെ നോക്കാം. നമുക്ക് ജസ്റ്റ് റാൻഡം ആയിട്ട് ബാസിൽ സാറിനെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു വേർഡ് ഒന്നെടുത്താൽ മതി. ഓക്കെ, സിമ്പിൾ. ഓക്കെ, സിമ്പിൾ. നിങ്ങൾക്ക് വേണ്ടി സിമ്പിൾ എന്നുള്ളത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ കളിക്കാൻ വേണ്ടി ഈ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ഓരോരുത്തരായി കമന്റ് ചെയ്തോട്ടെ. അവരെന്നെ മാത്സും ബയോളജി, കാരണം ഇവര് മാത്സും ബയോളജി പഠിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ തന്നെ മാത്സ് വേർഡ്, ബയോളജി വേർഡ് അങ്ങനെ എത്ര വരെ പോകും നോക്കാം. ഒരു 100,000 വേർഡൊക്കെ പോവുകയാണെങ്കിലോ ഇഷ്ടംപോലെ വേർഡ്സ് ഉണ്ട് അല്ലെ, നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ഒക്കെ ആവുന്നതാണ് അല്ലെ. ആ ടൈമിന്റെ ഉള്ളിൽ പല ടേംസ് ഫെമിലറൈസ് ചെയ്യാന് മെമ്മറി പെട്ടെന്ന് നിൽക്കും ചെയ്യും. അതൊരു ഉപകാരമുണ്ട്. നമ്മൾ വെറുതെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനേക്കാളും മെമ്മറിയിൽ കുറച്ചും കൂടെ നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ഇനി ഇത് തുടരണം. അപ്പൊ ഇത് തുടക്കായതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടാൻ ഭയങ്കര പ്രയാസം. നമുക്കിത് കളിച്ച് റെഡി ആവണം. നമുക്ക് വേണമെങ്കിൽ ലൈവിൽ വേണം, പിന്നെ കളിക്കാം. ലൈവിലാണെങ്കിൽ നമുക്കൊരു ലൈവ്. അപ്പൊ അതൊക്കെ ഒരു കമന്റിൽ പറയട്ടെ അല്ലെ, ഇനി ഇതുപോലത്തെ വേണോ. ഈ ബാസിൽ സാറിനെ മാറ്റിയിട്ട് ഫിസിക്സിന് ഷഫീർ സാറിന്, അതുപോലെ തന്നെ ബയോളജിയിലേക്ക് അസീം സാറിനെ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. ബയോളജിക്കാർ പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ബയോലോഗ് എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പം ബയോളജിയിൽ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയ അടിപൊളി പരിപാടിക്കായിട്ട് ബയോലോഗ് നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ ഇനി വരുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് മാത്സുകാർക്കും അവിടെ പോയിട്ട് ഇതേപോലെ തന്നെ അവിടെ ആകെ പൊളിച്ചെടുക്കണം. എന്താ ഞങ്ങളെ വെല്ലുവിളിക്കട്ടെ അവിടെ കാണാന്ന് പറഞ്ഞിട്ട്. സോ ഇതുപോലത്തെ പരിപാടികൾ, ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഇത് നമുക്ക് ബയോളജിക്കാരെ മാറ്റിയിട്ട് ഫിസിക്സുകാരെയും കെമിസ്ട്രിക്കാരെ കൊണ്ടുവരണമെങ്കിൽ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, താഴെ കമന്റ് ആയിട്ട് പറയാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ വെച്ച് ക്ലോസ് ചെയ്യാം അല്ലെ. സോ താങ്ക്സ് എവരിവൺ, താങ്ക്സ് ഫോർ വാച്ചിങ്. സോ അടുത്തൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് ഫൺ ഫാക്ട് മാത്തിന്റെ അടുത്തൊരു എപ്പിസോഡ് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.